ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിവായി. ടി.പി. രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനത്തിന് അംഗീകാരം നൽകി. ഇ.പി.ക്കെതിരെയുള്ളത് സംഘടനാ നടപടിയല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അതേസമയം PK ശശിക്കെതിരായ നടപടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജൻ ഒഴിയുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടായത്. ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗം തീരുമാനം അംഗീകരിച്ചു. ടി.പി. രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ. ഇ.പി.ക്കെതിരെയുള്ളത് സംഘടനാ നടപടിയല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. അത് സംബന്ധിച്ച് LDFന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സഖാവിന് പരിമിതിയുണ്ടായിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത്. രാഷ്ട്രീയ പരിമിതിയില്ല. രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ എല്ലാവർക്കും ബാധകമല്ലേ. അതേസമയം PK ശശിക്കെതിരെയുള്ള നടപടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ശശിയെ മാറ്റിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. വേറൊരു പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി. PK ശശിയുടെ മേലുള്ള നടപടി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് ശരിയാണ്. അത് പാർട്ടിയല്ലല്ലോ, അതൊക്കെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. മലപ്പുറത്ത് PV അൻവറും SP-യുമായുള്ള തർക്കത്തിൽ പാർട്ടി പരിശോധിച്ച് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.